CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റിട്ടയാളെ പോലീസ് തിരിച്ചറിഞ്ഞു. പെരിന്തൽമണ്ണ സ്വദേശിയായ മുഹമ്മദ് റോഷനാണ് പോസ്റ്റിന് പിന്നിലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലപ്പുറം ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ വോട്ടർ പട്ടിക, പോളിംഗ് സ്റ്റേഷനുകൾ, ഉദ്യോഗസ്ഥരുടെ വിന്യാസം, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ പൂർത്തിയായിട്ടുണ്ട്. രാത്രിയുടെ മറവിൽ വീടിന് നേരെ ആക്രമം. മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം പടിഞ്ഞാറ് വീട്ടിൽ നിതീഷിന്റെ വീടിന് നേരെയാണ് വ്യാഴാഴ്ച പുലർച്ചെ 2:30 ആക്രമമുണ്ടായത്. വീടിന് മുന്നിലിരുന്ന ബൈക്ക് കത്തിക്കുകയും വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റിട്ടയാളെ പോലീസ് തിരിച്ചറിഞ്ഞു. പെരിന്തൽമണ്ണ സ്വദേശിയായ മുഹമ്മദ് റോഷനാണ് പോസ്റ്റിന് പിന്നിലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജനുവരി 13 പ്രതി പണം ആവശ്യപ്പെട്ട് ഭീഷണി മുഴക്കിയതെന്ന് പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നു. മൊയ്നലി തങ്ങളെ ചില അവ്യക്തമായ ചില ദൃശ്യങ്ങളും ഫോട്ടോകളും കാണിച്ച് പ്രതി ഭീഷണിപ്പെടുത്തുകയും 15 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഇത് നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപണം ഉന്നയിക്കുകയായിരുന്നുവെന്നാണ് FIR-ൽ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ സൈബർ പോലീസാണ് ആദ്യം കേസെടുത്ത് അന്വേഷണം നടത്തിയത്. ആരോപണം ഉന്നയിക്കപ്പെട്ടതിനു പിന്നാലെ സാദിഖ് അലി തങ്ങൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. കാപ്പ കേസ് പ്രതിയായ റോഷൻ ഇപ്പോൾ ഒളിവിലാണ്. ഇയാൾക്കായി അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് പറയുന്നു. CCN പെരിന്തൽമണ്ണ. രാത്രിയുടെ മറവിൽ വീടിന് നേരെ ആക്രമം. മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം പടിഞ്ഞാറ് വീട്ടിൽ നിതീഷിന്റെ വീടിന് നേരെയാണ് വ്യാഴാഴ്ച പുലർച്ചെ 2:30 ആക്രമമുണ്ടായത്. വീടിന് മുന്നിലിരുന്ന ബൈക്ക് കത്തിക്കുകയും വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. KSFE ഏജന്റായ നിതീഷും കുടുംബവും മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്ത ശേഷം രാത്രി 11:30 വീട്ടിലെത്തിയത്. പുലർച്ചെ 2:30 ജനലുകൾ തകരുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് വീടിന് മുന്നിൽ ബൈക്ക് കത്തുന്നത് കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാരെ വിവരമറിയിക്കുകയും എല്ലാവരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. എങ്കിലും ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. സംഭവത്തിൽ നിതീഷ് ചെർപ്പുളശ്ശേരി പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCN ചത്തല്ലൂർ. പെരിന്തൽമണ്ണ മണ്ഡലം LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫയുടെ വിജയം ഉറപ്പാക്കുന്നതിനായി ആലിപ്പറമ്പ് ലോക്കൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആലിപ്പറമ്പ് പള്ളിക്കുന്നിൽ മുൻ MLA V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. കാരണം ഇന്ത്യയിലെ സാധാരണ തൊഴിലാളികളോട് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് എന്താണ് എന്ന് അറിയാനുള്ളൊരു കാര്യം ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇന്ത്യയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ മുഴുവൻ എടുത്തു കളഞ്ഞു. അതാണ് ലേബർ കോഡ് ഭേദഗതി. ഞാനൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇന്ത്യയിലെമ്പാടും BJP ഭരണത്തിന് കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും BJPയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നിങ്ങളെല്ലാവരും TV-യിൽ കണ്ടൊരു വാർത്ത ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്കൊരു കത്തയച്ചു. ആ കത്തിൽ BJPയുടെ സീലാണ് ഊത്തിയിരുന്നത്. അത് നമ്മുടെ മനസ്സിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാലുള്ളൊരു സ്ഥാനം എത്രമേൽ നിഷ്പക്ഷമായൊരു സ്ഥാപനമാണ് എന്നുള്ള ഒരു ധാരണ ആളുകൾക്ക് ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിലെ വിശ്വാസം തന്നെ എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടുകമാവില്ല എന്ന ഉറപ്പാണല്ലോ നമ്മൾക്ക് ഇലക്ഷനിൽ പങ്കെടുക്കാനും വോട്ട് ചെയ്യാനൊക്കെ ഉള്ള ബോധ്യം നമുക്ക് ഉണ്ടാക്കുന്നത്. മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് LDF പ്രതിനിധി വിജയിക്കേണ്ടതിന്റെ അനിവാര്യത അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഏരിയ കമ്മിറ്റി അംഗം മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലോക്കൽ സെക്രട്ടറി ഷൌക്കത്ത് അലി സ്വാഗതം പറഞ്ഞു. സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ കൺവെൻഷനിൽ നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു വിമർശനം
ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. മറ്റു പല മണ്ഡലങ്ങളിലും ഒട്ടേറെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. അതിനാനുപാതികമായ വികസന പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നടന്നിട്ടില്ല എന്നുള്ള പൊതുവികാരം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഈ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെല്ലാം പോകുമ്പോൾ നമുക്ക് കേൾക്കുന്നുണ്ട്. അതിനെ നമുക്ക് മുറിച്ചു കടക്കാൻ കഴിയണം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളുടെ അസ്ഥിവാരം ഒരുക്കി മുന്നോട്ട് പോയ ഒരു കാലമുണ്ട് നമുക്ക്. അന്ന് നമ്മൾ നിർദ്ദേശിക്കപ്പെട്ട പദ്ധതികളിൽ ഭേദഗതി വരുത്തി പുതിയ തലത്തിലേക്ക് പോയതിന്റെ ദുരിതം ഇന്ന് പെരിന്തൽമണ്ണയിൽ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ശശിയേട്ടൻ ഇരിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളൊരു അവസരം നൽകിയത് ശശിയേട്ടനിലൂടെയാണ് സമീപകാലത്ത്. പെരിന്തൽമണ്ണയുടെ വികസന മുരടിപ്പിന് പരിഹാരം കാണാൻ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പരിപാടിയിൽ വിവിധ ഘടകകക്ഷി നേതാക്കളും പാർട്ടി പ്രവർത്തകരും സംബന്ധിച്ചു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ മണ്ഡലം UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ആലിപ്പറമ്പ് പഞ്ചായത്ത് തല കൺവെൻഷൻ തൂതയിൽ നടന്നു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സലീം കുരുവമ്പലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രതിപക്ഷ നേതാവ് തന്റെ കീഴിലുള്ള തന്റെ കൂടെ പ്രവർത്തിക്കുന്ന MLA അസൂയോടെ നോക്കിക്കാണാൻ മാത്രമുള്ള അത്ര വലുപ്പത്തിലുള്ള വ്യാപ്തിയുള്ള പ്രവർത്തനങ്ങളാണ് പ്രിയപ്പെട്ട നജീബ് സാഹിബിന് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് അന്യമായിരുന്ന ഒരു മേഖലയായിരുന്നു സിവിൽ സർവീസ്. സിവിൽ സർവീസിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് നമ്മൾ ഒരുപാട് കാലം മുമ്പേ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം മലപ്പുറം ജില്ലയിൽ ഏറ്റവും പിന്നോക്കമായ ഒരു സാഹചര്യമാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്നത്. മലപ്പുറത്ത് മാത്രമല്ല, മലബാറിലടക്കം എല്ലാ കാലഘട്ടങ്ങളിലും വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കമായിരുന്നു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് UDF പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ MLA ആയിരുന്നിട്ടും പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ റെക്കോർഡ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ തനിക്ക് സാധിച്ചുവെന്ന് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം പറഞ്ഞു. ഇത്തവണ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ചിരപരിചിതമായ എല്ലാ ഊടുവഴികളും എല്ലാ ഗ്രാമങ്ങളും 5 വർഷം കൊണ്ട് നടന്നു തീർത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതെന്ന് അഭിമാനത്തോടെ ഞാൻ പറയും. കാരണം 5 വർഷം മുമ്പ് ഞാനിവിടെ മത്സരിക്കാൻ വരുമ്പോൾ ഇതുപോലെ തൂതയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് പേരെടുത്ത് വിളിക്കാൻ അറിയുന്ന വളരെ അപൂർവം ആളുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് 5 വർഷം കഴിയുമ്പോൾ ഈ നിയോജക മണ്ഡലത്തിൽ ഒരു പ്രദേശത്ത് പോലും പേരെടുത്ത് വിളിക്കാൻ കഴിയാത്ത ഒരു പ്രദേശം എനിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നിങ്ങൾക്കിടയിലാണ് ജീവിച്ചത്. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്തത്. ഈ നാടിൻ്റെ ഭാവി 25 കൊല്ലം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാകണം എന്നാഗ്രഹിച്ചാണ് ഞാൻ പ്രവർത്തിച്ചത്. വിദ്യാഭ്യാസ, ആരോഗ്യ, കാർഷിക മേഖലകളിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ നൂതന പദ്ധതികൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDFന് വലിയ മേൽക്കൈ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. N മോഹൻദാസ് അധ്യക്ഷനായ ചടങ്ങിൽ നൌഷാദ് അലി സ്വാഗതം ആശംസിച്ചു. അഡ്വക്കേറ്റ് AK മുസ്തഫ, ആയിഷ മേക്കോട്ടിൽ, അഡ്വക്കേറ്റ് സലാം, സിദ്ദിഖ് വാഫി, വാഹിദ തുടങ്ങി പ്രമുഖ UDF നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. മണ്ഡലം തലത്തിലുള്ള തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നടക്കും. CCN പെരിന്തൽമണ്ണ. മാങ്ങോട് രംഗശ്രീ കഥകളി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രഥമ കഥകളി പുരസ്കാരങ്ങളുടെ സമർപ്പണം മാർച്ച് 30 നടക്കും. മാങ്ങോട്ടുകാവിലെ പൂരം ചെറിയാറാട്ട് ദിവസം വൈകുന്നേരം 6:30 ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമർപ്പിക്കുമെന്ന് രംഗശ്രീ ഭാരവാഹികൾ അറിയിച്ചു. എൻ്റെ അച്ഛൻ കഥകളി മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലം പ്രവർത്തി ചെയ്ത ആളാണ്. അങ്ങോട്ട് മരിച്ചിട്ട് 1 വർഷം കഴിയുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായി പ്രഥമ പുരസ്കാരമായിട്ട് ഞങ്ങൾ രംഗശ്രീ കഥകളി കൂട്ടായ്മയും അതേമാതിരി തന്നെ കുടുംബവും കൂടി അവാർഡ് കൊടുക്കുന്നത് കുടുംബമാണ്. പ്രഥമ പുരസ്കാരം പത്മശ്രീ ഡോക്ടർ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാനും അതേമാതിരി അതേമാതിരി തന്നെ മാങ്ങോടിലെ ഒരു അണിയറ കലാകാരനായിരുന്ന എൻ്റെ കുടുംബത്തിൽപ്പെട്ട
ഊരൻചൊക്കത്ത് രാമത്തരകന്റെ പേരിൽ കുടുംബം നൽകുന്ന അണിയറ പുരസ്കാരം. അണിയറയിലെ പ്രശസ്ത കലാകാരനായിരുന്നു. ഒരുപാട് കാലം കലാമണ്ഡലത്തിലും പുറം പരിപാടികളിലും പങ്കെടുത്ത ആളാണ്. അദ്ദേഹത്തിന്റെ പേരിലും ഇതേമാതിരി അണിയറ പുരസ്കാരം രംഗശ്രീയുമായി സഹകരിച്ച് ഈ വർഷം പ്രഥമ പുരസ്കാരം തന്നെയാണ്. ഈ വർഷമാണ് ആദ്യമായി തുടങ്ങുന്നത്. അതേമാതിരി മാങ്ങോടുമായി ഒരുപാട് കാലം ബന്ധമുണ്ടായിരുന്ന ശ്രീ കോട്ടക്കൽ കൃഷ്ണൻകുട്ടി ചെണ്ടവാദനത്തിന്റെ കുലഗുരുവായിരുന്ന അദ്ദേഹത്തിന്റെ പേരിലും, അദ്ദേഹത്തിന്റെ നാട് മാങ്ങോട് തന്നെയാണ്, അദ്ദേഹത്തിന്റെ കുടുംബവും ഒരുപാട് കാലം കോട്ടക്കൽ അധ്യാപകനായി, ഒരുപാട് കുട്ടികളുടെ ആശാനായി, വളരെ പേര് കേട്ട ഒരു കുലഗുരുവായിരുന്ന അദ്ദേഹത്തിന്റെ പേരിലും അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ രംഗശ്രീയുമായി സഹകരിച്ച് പ്രഥമ പുരസ്കാരമായി സദന വാസുദേവനാണ് നാദലയ പുരസ്കാരം സമർപ്പിക്കുന്നത്. പ്രശസ്ത അണിയറ കലാകാരൻ നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകന്റെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ സ്പോൺസർ ചെയ്യുന്ന കേശഭാരം കഥകളി പുരസ്കാരം കഥകളി നടൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിക്ക് സമ്മാനിക്കും. പ്രസിദ്ധ അണിയറ കലാകാരൻ ഊരൻചൊക്കത്ത് രാമത്തരകന്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ അണിയലം കഥകളി പുരസ്കാരം പ്രശസ്ത അണിയറ കലാകാരൻ ചമ്മന്നൂർ ചന്ദ്രൻകുട്ടിത്തരകന് സമ്മാനിക്കും. കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടിയുടെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ നൽകുന്ന നാദലയം കഥകളി പുരസ്കാരം സമർപ്പിക്കുന്നത് സുപ്രസിദ്ധ ചെണ്ടവാദ്യ കലാകാരൻ സദനം വാസുദേവനാണ്. കഥകളി വേഷം, മേളം, സംഗീതം, ചുട്ടി, ചമയം, അണിയറ എന്നീ വിഭാഗങ്ങളിലായി പ്രതിവർഷം 3 കലാപ്രതിഭകൾക്കാണ് പുരസ്കാരം നൽകുന്നത്. 10,000 രൂപയും കീർത്തിപത്രവും അംഗവസ്ത്രവും അടങ്ങുന്നതാണ് ഓരോ പുരസ്കാരവും. മാർച്ച് 30-ന് സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. വിപുലമായ ദേവസ്വം, അതുപോലെ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, സംഘാടക സമിതി അംഗങ്ങൾ, മുൻ ദേവസ്വം ബോർഡ് ചെയർമാൻമാരിലേക്ക് രാധാകൃഷ്ണൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആളുകൾ, രാജൻ, ടി രാജാനന്ദ് തുടങ്ങിയ പ്രഗത്ഭർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ തുടർന്ന് കഥകളി ഉണ്ട്. അതാണ് നേരത്തെ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ അപ്പുണ്ണിത്തരകൻ എല്ലാവർക്കും അറിയാം. കലാലോകത്തിനും കഥകളി ലോകത്തിനും ഏറെ സംഭാവന നൽകിയ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട കലാകാരനാണ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കാണ് ഈ പുരസ്കാരം, കേശഭാരം പുരസ്കാരം എന്ന് പറയുന്ന പുരസ്കാരം നൽകുന്നത്. അത് കലാമണ്ഡലം ഗോപിയാശാനാണ്. അന്ന് ദിവസം ചെറിയാറാട്ട് ദിവസമാണ്, മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയാറാട്ട് ദിവസമാണ് ഈ സമർപ്പണ ചടങ്ങ് നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കൺവീനർ കലാമണ്ഡലം ശിവരാമൻ, വൈസ് ചെയർമാൻ ബിജുമോൻ പന്തിരിക്കുലം, ജോൺ കൺവീനർ രാധാകൃഷ്ണൻ കളത്തൊടി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജയപ്രസാദ് പറക്കോട് എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്ത മേഖലകളിലെ പ്രതിഭകളെ ആദരിച്ചു. ചടങ്ങ് നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരികുലം മുഖ്യപ്രഭാഷണം നടത്തി. മിസ്റ്റർ ഇന്ത്യ വേൾഡ് മെഡൽ നേടിയ റഫീഖ് ചെർപ്പുളശ്ശേരി, പൊൻകുന്നം വർക്കി പുരസ്കാരം നേടിയ ദിനേശൻ എഴുവന്തല, യുവ പ്രതിഭാ പുരസ്കാരം നേടിയ നാടൻപാട്ട് കലാകാരൻ ഗംഗാ കാറൽമണ്ണ, ഫോക്ലോർ അക്കാദമി പുരസ്കാരം നേടിയ തിയാട്ട് കലാകാരൻ TP ജയചന്ദ്രൻ നമ്പ്യാർ എന്നിവരെ കെ ബാലകൃഷ്ണൻ ആദരിച്ചു. C രാധാകൃഷ്ണൻ, AM ബഷീർ, സൈഫു മാട്ടര, മുഹമ്മദ് കുട്ടി, സയ്യിദ് ഹസൻ, അഖില, ജാബിർ, ബാബു എന്നിവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം മുന്നാഴിക്കുന്ന് കാരാട്ടുതൊടി റോഡിലെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികളിൽ വ്യാപകമായ അപാകതയെന്ന് ആക്ഷേപം. റോഡിലെ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാതെയാണ് കോൺക്രീറ്റിംഗ് നടത്തിയതെന്നും ഇതിനാൽ വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രദേശവാസി വാഹനങ്ങൾ പോകുന്ന വഴിയിൽ കല്ലിട്ടത് നീക്കി എത്രയും പെട്ടെന്ന് വഴി സുഗമമാക്കണമെന്ന് കോൺഗ്രസ് കമ്മിറ്റിയും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയതായും കർശന നടപടി സ്വീകരിക്കണമെന്നും 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഏകദേശം 2.50 വീതിയിൽ കോൺക്രീറ്റ് ചെയ്ത ഒരു പ്രദേശത്ത് 2.50 ഈ പോസ്റ്റ് നിൽക്കുന്നത്. ഈ ഇലക്ട്രിക് പോസ്റ്റ് നിർത്തിയിട്ട് ഈ കോൺക്രീറ്റ് ചെയ്തത് വലിയൊരു അപാകതയാണ്. അത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടാൽ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ ഇടപെടൽ അതിലുണ്ടായില്ല എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വിഷയം, ഈ കോൺക്രീറ്റ് 1,10,000 രൂപ പറ്റിയാണ് ഇതിന് വകയിരുത്തിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 16 മീറ്ററാണ് ഏകദേശം വരിക. ആ 16 മീറ്റർ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഇതിനപ്പുറത്തെ പ്രദേശത്ത് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾക്ക് അത് ഗുണം ചെയ്യുമായിരുന്നു.
അത് ചെയ്യാത്തത് കൊണ്ട് അവിടുത്തെ ആളുകൾ വഴി വിട്ട് നൽകിയെന്നും ആ വഴി വിട്ട് നൽകിയ ആളുകൾ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശത്ത് ഈ കോൺക്രീറ്റ് ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് അവരവിടെ റോട്ടിലേക്ക് ഇറക്കിയിട്ട് കല്ല് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ പരിശോധനയ്ക്ക് വന്നത്. അവിടെ വയസ്സായ അമ്മയും പിന്നെ രോഗിയായിട്ടുള്ള ആളുകളെല്ലാം അവിടെ ഉള്ളപ്പോഴാണ് അവിടെ ഈ കല്ല് വയ്ക്കുന്ന പ്രവണത ഉണ്ടായത്. അവരോട് അന്വേഷിച്ചപ്പോൾ എന്താ മനസ്സിലാക്കി വെച്ചാൽ അവർക്ക് ഈ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ അവരവിടെ റോട്ടിൽ കല്ല് വെച്ചാണെന്നുള്ളതാണ്. ഇത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ അതൊരു ന്യായപരമായിട്ടുള്ള ഉദ്ദേശം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഈ റോട്ടിൽ, കോൺക്രീറ്റ് റോട്ടിൽ ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഭാഗത്ത് ആദ്യം കോൺക്രീറ്റ് പ്രവൃത്തികൾ നടത്താതെ ജനവാസം കുറഞ്ഞ മറ്റൊരു ഭാഗത്ത് പ്രവൃത്തികൾ നടത്തിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഒരു വിഭാഗം ജനങ്ങളെ വർഷങ്ങളായി അവഗണിക്കുകയാണെന്നും വിഷയം അറിയിച്ച് ഒരാഴ്ചയായിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. അപ്പൊ എനിക്ക് ഈ കല്ല് മാറ്റിയിട്ട് എനിക്ക് റോഡ് ഓട്ടോറിക്ഷ വരുന്ന രൂപത്തിലാക്കി തന്നേ പറ്റുള്ളൂ. എനിക്കല്ലാതെ ആരോടും ഒരു വ്യക്തിപരമായ ഒരു വൈരാഗ്യം എനിക്കുള്ള ആളല്ല. ഞാൻ ഇന്നലെ മുതൽ ഇത് മാത്രം, ഇത് ചെയ്തപ്പം തൊട്ട് ഇത് മാത്രം പറയുള്ളൂ, കല്ല് മാറ്റി തരണം. എനിക്ക് കല്ല് മാറ്റി ഇതേ വണ്ടി പോകണം. നമ്മൾ പോകുമ്പോൾ കല്ലെടുത്ത് മാറ്റുക, അത് കഴിഞ്ഞ് കല്ല് വീണ്ടും എടുത്തേക്ക്, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ഇത് കല്ല് മാറ്റി തരണം. ഞങ്ങൾ ഈ 3-4 വീട്ടുകാർക്ക് ഞങ്ങൾക്ക് ഇത് മാത്രമേ ആശ്രയമുള്ളൂ. അല്ല കുന്നത്തെ റോട്ടിൽ കൂടെ പോകുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇത് മാറ്റി തന്നെ പറ്റും. രോഗികളും പ്രായമായവരും താമസിക്കുന്ന ഈ പ്രദേശത്തോടുള്ള അവഗണന തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. CCN കടമ്പഴിപ്പുറം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലപ്പുറം ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ വോട്ടർ പട്ടിക, പോളിംഗ് സ്റ്റേഷനുകൾ, ഉദ്യോഗസ്ഥരുടെ വിന്യാസം, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ പൂർത്തിയായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അസംബ്ലി ഇലക്ഷൻ 2026 സംബന്ധിച്ച് മലപ്പുറം ജില്ലയിൽ എല്ലാ പ്രിപ്പറേഷൻസ് ഇപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ നമ്മുടെ സ്ക്രൂട്ടനിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ 216 നോമിനേഷൻസ് ആണ് റിസീവ് ചെയ്തത്. അപ്പോൾ വാലിഡ് നോമിനേഷൻസ് 137 ആണ്. അതെല്ലാം പ്രോപ്പറായിട്ട് കഴിഞ്ഞു. നമ്മുടെ ഇതിൻ്റെ പകരം നമ്മുടെ പോളിംഗ് സ്റ്റേഷൻസിൻ്റെ എണ്ണം 3682 ആയിരുന്നു. അതിൻ്റെ പകരം 7 ഓക്സിലറി പോളിംഗ് സ്റ്റേഷൻസും കൂടി അതിൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടിയതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വഴി. സോ ടോട്ടൽ നമ്പർ ഓഫ് പോളിംഗ് ബൂത്ത്സ് നമ്മുടെ ജില്ലയിൽ 3687 ആണ്. നമ്മുടെ ഈ പോളിംഗ് ബൂത്തിൻ്റെ വൾനറബിലിറ്റി മാപ്പിംഗ് ഒരു എക്സസൈസ് ഉണ്ട്. അത് നമുക്ക് ഓൾറെഡി കംപ്ലീറ്റ് കഴിച്ചു. അത് 15 ലൊക്കേഷൻസ് ആണ് നമ്മുടെ വൾനറബിൾ ഏരിയാസ്. 43 പോളിംഗ് ബൂത്ത് നമുക്ക് ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്ത് ആ രീതിയിൽ സ്ഥാപിച്ചു. അതിൽ നമുക്ക് എക്സ്ട്രാ സെക്യൂരിറ്റി ഡിപ്ലോയ്മെൻറ്റും നമ്മുടെ CAPFൻ്റെ ജവാനൊക്കെ ഇവിടെ നമുക്ക് സ്റ്റേഷൻ ചെയ്യാം. EVM സംബന്ധിച്ച് നമ്മുടെ ഓൾറെഡി ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞു. കഴിഞ്ഞിട്ട് നമ്മുടെ ട്രെയിനിങ് സംബന്ധിച്ച് എല്ലാ മണ്ഡലത്തിൽ 15 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഓൾറെഡി കൊടുത്തു. ഇപ്പോൾ ഇന്നലെ മുതൽ എല്ലാ മണ്ഡലത്തിൽ നമ്മുടെ ട്രെയിനിങ് ഒക്കെ തുടങ്ങിയത്. പോളിംഗ് പാർട്ടിൻ്റെ ഫസ്റ്റ് റാൻഡമൈസേഷൻ നമുക്ക് ഓൾറെഡി കഴിഞ്ഞു. കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസറും ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അതിൻ്റെ ട്രെയിനിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഈ തവണ നമ്മുടെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ്റെ ഡയറക്ഷനുണ്ട്. ട്രെയിനിങ് സമയത്ത് ഒരു സെപ്പറേറ്റ് ഹാൾ വെച്ചിട്ട് അവിടെ മോക്ക് പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. 100 പോൾ വെച്ചിട്ട് ഒരു മോക്ക് പോൾ സർട്ടിഫിക്കറ്റും നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ സൈൻ ചെയ്യേണ്ടി വരും. സോ ആ രീതിയിൽ ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ കാര്യം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ 11 ഒബ്സർവേഴ്സ് ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. 6 ജനറൽ ഒബ്സർവേഴ്സ്, പിന്നെ 4 എക്സ്പെൻഡിച്ചർ ഒബ്സർവർ, ഒറ്റ പോലീസ് ഒബ്സർവർ ആണ് ഇവിടെ വന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സംബന്ധിച്ച് എല്ലാ കമ്മ്യൂണിക്കേഷൻസും അതിൻ്റെ ഫോൺ നമ്പേഴ്സൊക്കെ ഓൾറെഡി നമുക്ക് മീഡിയയിൽ വൈഡ് പബ്ലിസിറ്റി കൊടുത്തു. മലപ്പുറം ജില്ലയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 36,32,210 ആണ്. ഇതിൽ 18,19,198 പുരുഷന്മാരും 18,12,974 സ്ത്രീകളും 38 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു. 29,796 പേർ ഭിന്നശേഷി വോട്ടർമാരും 41,962 പേർ പ്രവാസി വോട്ടർമാരുമാണ്. 1,11,463 യുവ വോട്ടർമാരും 1,831 സർവീസ് വോട്ടർമാരും ജില്ലയിലുണ്ട്.
ജില്ലയിലാകെ 3682 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. 80 വനിതാ സൗഹൃദ ബൂത്തുകളും 48 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും തയ്യാറാക്കിയിട്ടുണ്ട്. 3 ബൂത്തുകൾ ഭിന്നശേഷിക്കാരാണ് നിയന്ത്രിക്കുക. 15 ഇടങ്ങളിലായി 43 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5172 വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും 10344 പോളിംഗ് ഓഫീസർമാരുമടക്കം 20688 പോളിംഗ് ഉദ്യോഗസ്ഥരെ ആദ്യഘട്ട റാൻഡമൈസേഷൻ കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുത്തു. 29-നാണ് രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ. പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ഒന്നാം ഘട്ട പരിശീലനം മാർച്ച് 24 മുതൽ 28 വരെ നടക്കും. ഗ്രൂപ്പ് പരിശീലനം മാർച്ച് 31-ന് നിശ്ചയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾ തടയാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ മണ്ഡലത്തിലെയും 9 വീതം ആകെ 144 ഫ്ലൈയിംഗ് സ്ക്വാഡുകളും 144 സ്റ്റാറ്റിക് സർവൈലൻസ് സംഘങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. 32 ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകളും ജില്ലയിലുണ്ട്. ഇത് കൂടാതെ 6 പൊതുനിരീക്ഷകരും 4 ചിലവ് നിരീക്ഷകരും 1 പോലീസ് നിരീക്ഷകനും ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സുരക്ഷയ്ക്കായി BSFന്റെ 2 കമ്പനികൾ നിലവിൽ ജില്ലയിലുണ്ട്. 7 കമ്പനികൾ കൂടി ഉടൻ എത്തും. 4603 വീതം ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും വോട്ടെടുപ്പിനായി സജ്ജമാണ്. ഇവയുടെ പ്രാഥമിക പരിശോധന പൂർത്തിയായി. 4971 VVPATകളും തയ്യാറായിട്ടുണ്ട്. 13 ഇടങ്ങളിലായി 16 വിതരണ സ്വീകരണ കേന്ദ്രങ്ങളും 7 ഇടങ്ങളിലായി 16 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇതുവരെ ലഭിച്ചത് 216 നാമനിർദ്ദേശ പത്രികകളാണ്. ഇതിൽ 137 എണ്ണം സാധുവാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. CCN മലപ്പുറം. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ആലിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസും ആരോഗ്യ പരിശോധനയും സംഘടിപ്പിച്ചു. പരിപാടിയിൽ ക്ഷയരോഗ നിവാരണ പ്രതിജ്ഞയും നടന്നു. ഞാൻ മനസ്സിലാക്കുന്നു, കൃത്യമായ ചികിത്സയിലൂടെ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്ന രോഗമാണ് ക്ഷയമെന്നും ചികിത്സ എടുക്കാതിരുന്നാൽ. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M. ദിലീപ് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ആലിപ്പറമ്പിനെ ഒരു ക്ഷയരോഗമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിനായി ലക്ഷണങ്ങളുള്ളവർ മടിക്കാതെ കഫ പരിശോധന നടത്തി ആരോഗ്യ വകുപ്പുമായി സഹകരിക്കണമെന്ന് അദ്ദേഹം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ചടങ്ങിൽ ഡോക്ടർ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ആലിപ്പറമ്പ് പള്ളിക്കുന്നിലെ മുഴുവൻ ഓട്ടോ തൊഴിലാളികളും പങ്കെടുത്ത പരിപാടിയിൽ ആകെ 58 പേർ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരായി. ഇതിൽ രോഗലക്ഷണങ്ങൾ കണ്ട 20 പേരുടെ കഫത്തിന്റെ സാമ്പിളുകൾ വിശദമായ പരിശോധനയ്ക്കായി ശേഖരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പൂജ രാജ് ക്ഷയരോഗ നിവാരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആലിപ്പറമ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ V. അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിപിൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റിട്ടയാളെ പോലീസ് തിരിച്ചറിഞ്ഞു. പെരിന്തൽമണ്ണ സ്വദേശിയായ മുഹമ്മദ് റോഷനാണ് പോസ്റ്റിന് പിന്നിലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലപ്പുറം ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ വോട്ടർ പട്ടിക, പോളിംഗ് സ്റ്റേഷനുകൾ, ഉദ്യോഗസ്ഥരുടെ വിന്യാസം, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ പൂർത്തിയായിട്ടുണ്ട്. രാത്രിയുടെ മറവിൽ വീടിന് നേരെ അക്രമം. മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം പടിഞ്ഞാറ് വീട്ടിൽ നിധീഷിന്റെ വീടിന് നേരെയാണ് വ്യാഴാഴ്ച പുലർച്ചെ 2:30 അക്രമമുണ്ടായത്. വീടിന് മുന്നിലിരുന്ന ബൈക്ക് കത്തിക്കുകയും വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.